ശ്രീ റോണി കെ ബേബി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി നമ്മൾ കാണുകയാണ് കശ്മീരി ജനത മണിക്കൂറുകൾക്കകം തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവർ പാകിസ്ഥാനെ മുർദാബാദ് വിളിക്കുന്ന കാഴ്ച. ഇതിനു മുൻപൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന ആ കശ്മീരി ജനതയിൽ നിന്ന് മാറി പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കുകയും പാകിസ്ഥാൻ്റെ കോലം കത്തിക്കുകയും അതോടൊപ്പം വിനോദസഞ്ചാരികളോടടക്കം ഈ ഉണ്ടായ സംഭവത്തിൽ അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് തങ്ങളുടെ ജീവിതം ഇപ്പോഴാണ് ഒന്ന് മെച്ചപ്പെട്ടത്. വിനോദസഞ്ചാര മേഖലയിലടക്കം ടൂറിസം മേഖലയിലടക്കം വലിയ ഉണർവ് വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതമാർഗം ഇതിൽ നിന്ന് കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ നേർക്കാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്, അതല്ലാതെ നിങ്ങളെയല്ല ഇത് ലക്ഷ്യം വെച്ചത് എന്നതടക്കമുള്ള അങ്ങേയറ്റം നമുക്ക് സന്തോഷിക്കാവുന്നൊരു സാഹചര്യമാണ് ആ നിമിഷം കശ്മീരി ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്രയെങ്കിലും വിവേകം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരാഹ്വാനവും ഇല്ലാതെ പോലും ഈ ആക്രമണത്തിന് ശേഷം ആ ജനത ഒന്നാകെ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കണ്ട ആ ഐക്യം, അത് ഭാരതം ഒന്നാകെ കണ്ടിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും പാകിസ്ഥാൻ ഭാരതത്തിനകത്ത് ആഭ്യന്തര കലഹം നടക്കുകയാണ്, അവിടെയുള്ള ഈ ആഭ്യന്തര കലഹമാണ് ഈ ആക്രമണങ്ങൾക്കിടയാക്കിയതല്ലാതെ തങ്ങളല്ല എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയല്ലേ? ഈ പഹൽഗാമിലെ ഭീകരവാദി ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ സംഘടിതമായി BJP അനുകൂലിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചത് മുഴുവൻ എന്തായിരുന്നു? ഇതിന്റെ പിന്നില് മതമാണ്, അല്ലെ ഇതിന്റെ പിന്നില് കാശ്മീരിന്റെ ഒരു പ്രത്യേക അവിടുത്തെ ജനങ്ങളാണ്, അവർ നമുക്കെതിരാണ്, അവരാണ് ഈ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തത്, ഇതിന് പിന്നിൽ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വലിയൊരു പ്രചരണമാണ് ആദ്യത്തെ വട്ടം അഴിച്ചുവിട്ടത്. ആദ്യത്തെ 1-2 ദിവസം ഓടിയത് മുഴുവൻ അതായിരുന്നു. ഇന്ന് തന്നെ ആ കൊല്ലപ്പെട്ട ആ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇത് കാശ്മീരികൾക്കെതിരല്ല, ഇത് മതത്തിനെതിരല്ല, ഇതിന്റെ അകത്തൊരു മതവുമില്ല, ഇതിന്റെ അകത്ത് കാശ്മീരിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു വിഷയവുമില്ല എന്ന് അവർ തന്നെ തുറന്ന് ഇന്ന് പത്രമാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാലും നമ്മൾ ആ ഒരു സ്പിരിറ്റ്, കാരണം ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ടെററിസമാണ്, പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നില്, ഇതിന്റെ അകത്ത് നമ്മളൊരു മതപരമായ ഒരു പരിവേഷം കൊടുക്കുന്നതിന് അപ്പുറം ഇതിന്റെ അകത്തൊരു ഭീകരവാദം, മതം അതിനെ ഉപയോഗിക്കുകയാണ്, മതത്തെ അതിനകത്ത് ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10-12 ദിവസമായി ഈ വരുന്ന ചർച്ചകൾ മുഴുവൻ, ഞാനിവിടെ മുൻപേ ചൂണ്ടിക്കാണിച്ച ഈ ചർച്ചകൾ മുഴുവൻ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ മൂടി വെക്കുന്നതിന് വേണ്ടി, അല്ല കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ചില അജണ്ടകൾ ഇതിന്റെ അകത്ത് ഒളിച്ചു കടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനോട് ആദ്യമായി ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ഈ ജാതി സെൻസസ് ഇപ്പൊ ഒരിക്കലും നമുക്ക് സമയമുണ്ട്, ഇനിയും എത്രയോ മാസം കിടക്കുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഇപ്പോൾ തന്നെ ഈ വിഷയം, ഈ ജാതി സെൻസസ് ഈ രാജ്യത്ത് കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറി. കാശ്മീരിലെ തീവ്രവാദി ആക്രമണം, നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അവർക്കെതിരെ കൊടുക്കാൻ തിരിച്ചടി, അതൊന്നും ഇപ്പോഴൊരു ചർച്ചയല്ല. 2 ദിവസം നമ്മുടെ ഈ ഒറ്റപ്പെട്ട 2-3 ചാനലുകൾ മാത്രം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ വേറെ വിഷയങ്ങൾ പറയാൻ പോയി കഴിഞ്ഞു. കാരണം അപ്പോൾ ഇങ്ങനെ ഈ വിഷയം വഴിതിരിച്ചു വിട്ടതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് ഇതിന്റെ അകത്ത് എന്തെങ്കിലും മൂടി വെക്കാനോ എന്ന് സ്വാഭാവികമായി സംശയിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് ഇവിടെ ആന്റണി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും പരാജയപ്പെട്ട പ്രതിരോധ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയമായ ചില പരാമർശം നടത്തിയുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്കതിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം 1999 മുതൽ 2004 വരെ BJP ആണല്ലോ ഭരിച്ചത്. ഇത് എത്ര തീവ്രവാദ ആക്രമണം ഉണ്ടായി? ആദ്യമായി നമുക്കറിയാം ഇവിടെ ഈ പറയുന്ന കാർഗിൽ ഉണ്ടായി, കന്ദഹാറിലെ ആക്രമണം ഉണ്ടായി, പാർലമെന്റിന്റെ നേരെ ഈ പറയുന്ന തീവ്രവാദാക്രമണം ഉണ്ടായി. 10 വർഷം 2004 മുതൽ 2014 വരെ ഈ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായ ഏതൊക്കെ ആക്രമണം, ഈ 2008 മുംബൈ ആക്രമണം. BJPയുടെ വക്താവ് ചോദിച്ചു എന്ത് ചെയ്തു കോൺഗ്രസ്? പറയാം കോൺഗ്രസ് എന്താ ചെയ്തെന്നുള്ളത്. 2008 മുംബൈ ആക്രമണം കഴിഞ്ഞ ഉടനാണ് NIA എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ ഫോം ചെയ്തു. NIA സമഗ്രമായ അന്വേഷണം നടത്തി, മുഴുവൻ തെളിവുകൾ ശേഖരിച്ചു. ഇതിൽ പാകിസ്ഥാനാണ് എന്ന് തെളിവുകൾ നമ്മൾ അമേരിക്കൻ ചാരസംഘടനയ്ക്ക് കൊടുത്തു, അമേരിക്കൻ ഗവൺമെന്റിന് കൊടുത്തു. അവര് തഹാവൂർ റാണി അറസ്റ്റ് ചെയ്തു, അവർ ഡേവിഡ് ഹെഡ്ലി അറസ്റ്റ് ചെയ്തു, അവരെ എല്ലാം ശിക്ഷിച്ചു. അതുമാത്രമല്ല പാകിസ്ഥാനെ ആദ്യമായി തീവ്രവാദ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയത് ഈ 2008 മുംബൈ ആക്രമണം. 2008 ശേഷം ഇന്ത്യയിൽ ഒരു തീവ്രവാദി ആക്രമണം കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ 2008 മുതൽ 2010 എപ്പോഴെങ്കിലും ഉണ്ടായി എന്ന് ഏതെങ്കിലും ഇൻസിഡൻസ് എന്ന് ചൂണ്ടിക്കാണിക്കാമോ? പക്ഷെ 2016 ശേഷം എന്താ സംഭവിക്കുന്നത്? എത്രയോ ആക്രമണം നടന്നു. ഞാൻ നേരത്തെ കാണിച്ചോളെ, ഉറി, പത്താൻകോട്ടിൽ നമ്മുടെ സൈനിക ക്യാമ്പുകൾ പോലും പാകിസ്ഥാന്റെ
ഈ പറയുന്ന അവരുടെ പിന്നെ അന്വേഷണ ഏജൻസികൾക്ക് പോലും തുറന്നു കൊടുക്കേണ്ട ദയനീയമായ സാഹചര്യം പോലും നമുക്കുണ്ടായി. നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം ദേശീയതയെ കുറിച്ച് പറയുന്നൊരുതാ. പാകിസ്ഥാന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ പട്ടാള ക്യാമ്പുകൾ പത്താനക്കോട്ടിൽ തുറന്നു കൊടുക്കേണ്ട ദയനീയ സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ ഇതിനകത്തെന്താ, ഇപ്പോൾ നമ്മളങ്ങനെ ഈ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ യഥാർത്ഥ വസ്തുതകളൊക്കെ പറഞ്ഞ് പാകിസ്ഥാനെ ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ എപ്പോഴാണ് ഒറ്റപ്പെടുത്തിയ ഏക സംഭവം എന്നാന്ന് ചോദിച്ചാൽ അത് 2008 ശേഷം അത്രയും ശക്തമായി നിലപാടുകളാണ് മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തത്. രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തി പാകിസ്ഥാൻ ഈസ് ദ ഹബ് ഓഫ് വേൾഡ് ടെററിസം. ലോക ടെററിസത്തിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാന് മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അവർ തീവ്രവാദ രാജ്യങ്ങളുടെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തി. പാകിസ്ഥാന് സാമ്പത്തികമായിട്ടുള്ള സോഴ്സുകളെല്ലാം കട്ട് ചെയ്തു. അല്ലാതെ ഇപ്പോൾ മാത്രമാണ് 2025 മാത്രമാണ് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നും നമ്മൾ അതിശക്തമായ നിലപാടുകളാണ് 2008. അപ്പോൾ നമ്മൾ ഈ AK ആന്റണിയൊക്കെ പിന്നെ ഈ പറയുന്ന 2004 മുതൽ 2014 വരെ AK ആന്റണി പ്രധാനമന്ത്രി എന്ന കാലത്ത് ചൈന ഇന്ത്യയുടെ അതിർത്തി കയറി ഭൂമിയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഗൽവാൻ താഴ്വരയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ എത്രയോ ഗ്രാമമാണ് ചൈനയുടെ. നമുക്ക് എത്രയോ ഭടന്മാരാണ്. നമുക്ക് എന്തെങ്കിലും പിന്തിരിക്കാൻ കഴിഞ്ഞോ? 60 ഭടന്മാരെയാണ് മുള്ളാണി തറച്ച ദണ്ട് കൊണ്ട് ദയനീയമായി അടിച്ചു കൊന്ന് അവരെ നദിയിലേക്ക് തണുത്തുറഞ്ഞു കിടക്കുന്ന നദിയിലേക്ക് ചൈനീസ് പട്ടാളം വലിച്ചെറിഞ്ഞത്. എങ്ങനെയും പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അപ്പോൾ ആ യാഥാർത്ഥ്യമൊക്കെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഈ ദേശസ്നേഹം മാത്രമെന്ന് പറഞ്ഞ് ഈ പറയുന്ന മറ്റു വിമർശനങ്ങളെയൊക്കെ രാഹുൽ പറഞ്ഞ പരാമർശം, അവർ ചൈനക്കാർ നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ പ്രദേശങ്ങൾ അവർ കീഴടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളത്, മുള്ളാണി കൊണ്ടുള്ള കമ്പുകൾ ഉപയോഗിച്ച് അടിച്ചു കൊന്ന അതിക്രൂരമായി തന്നെയാണ് കൊന്നത്. പക്ഷേ അതിനുള്ള പകരം ചോദിക്കലിനായി നമ്മൾ എല്ലാ സന്നാഹങ്ങളും അവിടെ തയ്യാറാക്കി അതിൽ ഭയന്നു വിറച്ച് ചൈന പിന്മാറുന്ന കാഴ്ചയും കണ്ടതാണ് ശ്രീ റോണി കെ ബേബി. അതുമാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പറഞ്ഞ മതം തന്നെയാണ് അവസാന മണിക്കൂറുകളിലും പറയേണ്ടത് നമുക്ക്. കാരണം മതം ചോദിച്ചു തന്നെയല്ലേ നിറയൊഴിച്ചത്. അവിടെ എങ്ങനെയാണ് മതം ഒളിച്ചു കടത്തുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? മതം ചോദിച്ച് കൽമ പറയാൻ പറഞ്ഞ് അത് പറയാത്തവരെ നോക്കി നിറതോക്കിന് മുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ചിടുമ്പോൾ അതെങ്ങനെയാണ് മതമല്ലാതാകുന്നത്?